രാജ്യരക്ഷയ്ക്ക് ഇന്ത്യൻ പട്ടാളത്തിന് കരുത്താവുന്ന 2 എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങണം. ഹൈദരാബാദിലെ ബിറ്റ്സ് പിലാനി ക്യാമ്പസിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന 2 വിദ്യാർത്ഥികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. ജയന്ത് കാത്രി, സൗര്യ ചൗധരി. ഇവർ ചേർന്നിട്ട് ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി. ഈ മോദി സർക്കാർ വന്നതിന് ശേഷം സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ പരിഗണനയാണ് കൊടുത്തത്. സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി അപ്പോളിയൻ ഡൈനാമിക്സ് എന്നാണ് അവരുണ്ടാക്കാൻ തീരുമാനിച്ചത്. ഡ്രോണുകളാണ്. ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ കാമിക്കാസെ ഡ്രോണുകൾ. കാമിക്കാസെ ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ പൈലറ്റുമാർ ചെയ്തിരുന്ന ഒരു ആക്രമണ രീതിയാണ് കാമിക്കാസെ എന്ന് പറയുന്നത്. ഒരു വിമാനം എടുക്കും, വിമാനത്തിൽ നിറയെ 10,000 കിലോ സ്ഫോടക വസ്തു നിറയ്ക്കും, ഈ ചാവേറാക്രമണം പോലെ. എന്നിട്ട് ഈ വിമാനം ശത്രുവിൻ്റെ താവളത്തിൽ അങ്ങ് ഇടിച്ചിറക്കും. വിമാനവും തകരും, പൈലറ്റും തകരും, ആ പ്രദേശമാകെ തവിടുപൊടിയാവും. അപ്പോൾ അതേ കാമിക്കാസെ എന്നുള്ള ആശയത്തിൽ നമ്മൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഡ്രോൺ ഉണ്ടാക്കുന്നു. നമ്മളും ഈ ഡ്രോൺ ഉണ്ടാക്കി അത് വ്യാപകമായി ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് പാകിസ്ഥാനിൽ ഉപയോഗിച്ചു. ഇസ്രായേലിൻ്റെ സഹായത്തോടുകൂടി ബാംഗ്ലൂരിൽ ഒരു കമ്പനിയാണ് നമുക്കുണ്ടാക്കിത്തത്. അത് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഈ കാമിക്കാസെ ഡ്രോണുകളുടെ കാര്യം കൂടിപ്പോയ ഒരെണ്ണത്തിന് 50,000 രൂപയ്ക്ക് ചിലവുള്ളൂ. അവൻ പോയി 5 കോടിയുടെയും 10 കോടിയുടെയും ടാങ്കും ഒരു സേനാ താവളമൊക്കെ തടച്ചിട്ട് പോകും. ആൾനാശമില്ല, പണച്ചെലവ് കുറവാണ്. അപ്പോൾ ഇനി ഭാവിയിലെ യുദ്ധങ്ങൾ ഡ്രോണുകൾ കൊണ്ടാണ്, വിമാനങ്ങളല്ല ഇനി വേണ്ടതെന്ന് എലോൺ മസ്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിമാനമൊന്നും ഉണ്ടാക്കേണ്ട കാലം കഴിഞ്ഞു, ഡ്രോണാണ് ഇനി വേണ്ടത്. അങ്ങനെയാണ് ഈ കുട്ടികൾ ഉണ്ടാക്കിയ ഡ്രോൺ 300 കിലോമീറ്റർ റേഞ്ചിൽ പറക്കും. അതിന് 1 കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ പറ്റും. 1 കിലോ സ്ഫോടക വസ്തു മതി ഒരു പ്രദേശം തകർക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വാർത്ത പുറത്തു വന്നപ്പോൾ ഇന്ത്യൻ സൈന്യം ഇവരെ ക്യാമ്പസിൽ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഉഗ്രൻ സാധനം മക്കളെ ഉണ്ടാക്കിത്താ, ഇന്ത്യൻ ആർമി ഇവരുടെ ഡ്രോണുകൾ വാങ്ങാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്നു. ഈ നേരത്തെ ഈ പ്രതിരോധ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ സൈന്യത്തിൻ്റെ ഫാക്ടറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോദി വന്നതിന് ശേഷം ഇത് പ്രൈവറ്റൈസ് ചെയ്തു. ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറികൾ ഒന്നിച്ചാക്കി, ഒറ്റ കമ്പനിയാക്കി. ബാക്കി എൽ&ടിക്ക് കൊടുക്കുന്നു, മഹീന്ദ്രയ്ക്ക് കൊടുക്കുന്നു, ടാറ്റയ്ക്ക് കൊടുക്കുന്നു, പിന്നെ ഇതുപോലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നു. അവർ സാധനം ഉണ്ടാക്കി ഡെലിവറി ചെയ്യുന്നു. കോമ്പിറ്റൻസി ചെയ്യുന്നു, ഫാസ്റ്റായിട്ട് കിട്ടുന്നു, വാസ്റ്റായിട്ട് കിട്ടുന്നു, കൂടുതൽ കിട്ടുന്നു. സർക്കാരിൻ്റെ നമുക്കറിയാമല്ലോ, ക്വാളിറ്റി മാത്രം നോക്കിയാൽ മതി. ക്വാളിറ്റി നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ക്വാളിറ്റി ഉണ്ടോ എന്ന് മാത്രം നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലത്തുണ്ടായി വരിക. അപ്പോൾ ഇത് പറയുമ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ 2014 മോദി അധികാരത്തിൽ വരുന്നത്. 2014 ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന 100 സ്റ്റാർട്ടപ്പുകളാണ്. ഇപ്പോൾ ആസ് ഓൺ ടുഡേ 1,80,000 സ്റ്റാർട്ടപ്പുകളുണ്ട്. ഭയങ്കര ഹ്യൂജ് അല്ലേ, വലിയ മാറ്റം. അതിൽ 5 സ്റ്റാർട്ടപ്പുകൾ ഇറങ്ങുമ്പോൾ അതിലൊന്ന് വനിതകളുടെ ആയിരിക്കും. അങ്ങനെ വലിയ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ തോതിൽ സർക്കാർ ഫണ്ടും ചെയ്യുന്നു. ഇനി മാത്രമല്ല, മറ്റൊന്നുകൂടെ കേട്ടു, ഇത് ഇന്നത്തെ കണക്ക് പറയുമ്പോൾ മറ്റൊന്നുകൂടെ പറയണം. 2014 ഇന്ത്യയിൽ ദേശീയപാതകൾ, നാഷണൽ ഹൈവേ 91,000 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ 1,46,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ സ്പ്രെഡ് ചെയ്തു. 10 വർഷം കൊണ്ട് 55,000 കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കി. ഹൈവേ കൂടി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ, സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വലിയ കുതിച്ചു ചാട്ടം ഉണ്ടാകുന്നു. ഈ ജയന്ത് കാത്രിയും സൗര്യ ചൗധരിയും മാറുന്ന ഇന്ത്യയുടെ പ്രതീകമല്ലേ? അതെ, മാറുന്ന ഇന്ത്യയുടെ മാറുന്ന ഇന്ത്യൻ യുവത്വത്തിൻ്റെ മാറുന്ന മനോഭാവത്തിൻ്റെയും ഒരു വല്ലാത്ത സംഗതിയാണത്. എനിക്ക് തോന്നുന്നു മോദിജി എവിടെയോ ഒന്ന് കുട്ടികളോട് പറഞ്ഞത് ഞാൻ കണ്ടിരുന്നു, നിങ്ങൾ തൊഴിൽ അന്വേഷകരാവുകയല്ല, തൊഴിൽ നിർമ്മാതാക്കളാവുക എന്നോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും നിങ്ങൾ തൊഴിൽ നിർമ്മിക്കുകയാണ് വേണ്ടത്, തൊഴിൽ കണ്ടെത്തുകയല്ല. അത് വളരെ കൃത്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കാര്യം എനിക്ക് തോന്നുന്നു ഡാറ്റ മാത്രം ഇപ്പോൾ സാറ് പറഞ്ഞ ഇത് ഏത് സാധാരണ ഇന്ത്യക്കാരൻ്റെ മുമ്പിലും പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. കാരണം ഓരോരുത്തരുടെ അനുഭവമാണ്. ഇന്ത്യയിൽ സഞ്ചരിക്കുന്നവന് കൃത്യമായിട്ട് മനസ്സിലാവും ഹൈവേകളിൽ വന്ന മാറ്റം കൃത്യമാണ്. മാത്രമല്ല, ഇന്ത്യയിൽ ഏത് മീഡിയ എടുത്താലും നമുക്ക് കാണാൻ പറ്റും. ഏത് പ്രിന്റ് മീഡിയ ആകട്ടെ, ന്യൂ മീഡിയ ആവട്ടെ, ഓഡിയോ മീഡിയയിൽ, വിഷ്വൽ മീഡിയയിൽ, ഇപ്പോൾ റേഡിയോസിലൊക്കെ എന്തെല്ലാം സ്റ്റാർട്ടപ്പുകളുടെ പരസ്യമാണ്. റേഡിയോകളിൽ ഇപ്പം ഞാൻ നോക്കുമ്പോൾ രാവിലെ പാട്ട് കേൾക്കുന്ന റേഡിയോയിലൊക്കെ തന്നെ കൊച്ചു സ്റ്റാർട്ടപ്പുകളുടെ പരസ്യമാണ്, വലിയ സ്ഥാപനങ്ങളുടെ പരസ്യത്തിന് പകരം. അതൊന്ന്. രണ്ടാമത്, ഇത് ഒരു ഇന്ത്യൻ കൺസെപ്റ്റ് കൂടിയാണ്. നമ്മൾ വൻകിട ഇപ്പോൾ ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ താപ്പാനകൾക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണല്ലോ. ഇന്ത്യയുടെ ഒരു വരുമാനത്തിന്റെ വലിയൊരു പങ്ക് കൊണ്ടുപോയി ആയുധ നിർമ്മാണശാലകൾ ഉണ്ടാക്കണം നമുക്ക്, അല്ലെങ്കിൽ വിദേശത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് പറ്റിയിരുന്ന ഒരു മേഖലയാണ്. അതിന് പകരം ഇതിനെയൊക്കെ നമ്മൾ വികേന്ദ്രീകരിച്ചു.
കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുത്തു. അവരുടെ കയ്യിൽ വിവരമുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, ഐഡിയ ഉണ്ട്, അവരുണ്ടാക്കുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താ, ഈ കുട്ടികൾക്ക് വിപണി തേടി നടക്കേണ്ടതില്ല. ഞാനൊരു ഡ്രോൺ ഉണ്ടാക്കിയാൽ എവിടെ കൊണ്ടുപോയി വിൽക്കും എന്ന് ആലോചിക്കണേ, എന്റെ നാട് വാങ്ങും. അതൊരു വലിയ സംഗതിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രകടമാണ്. ഈ മാറ്റം വളരെ കൃത്യമാണ് സർ. ഇതിന്റെ കൂടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ട് ഇപ്പോൾ വൻകിട പദ്ധതികളിൽ നിന്ന് നമ്മുടെ ഡിഫൻസിൽ പോലും കൊച്ചു ഒരു 2 പേര് ചേർന്നാൽ അവർക്ക് അവരുടെ ഗ്രാമത്തിൽ ഒരു ആയുധ നിർമ്മാണ ഫാക്ടറി തുടങ്ങാം. അതാണ് ഇപ്പോ ജയന്തിന്റെയും സൗര്യയുടെയും കഥ പറയുന്നത്. അതാണ് കഥ. അപ്പൊ അത് നമ്മുടെ ഹോസ്റ്റലിലെ ഒരു മുറിയിലാണ് ഇത് ഉണ്ടാക്കിയത്. അത് നമ്മുടെ എന്റെയും നിങ്ങളുടെയും എല്ലാ കുട്ടികൾക്കും ഇതൊരു മാതൃകയാണ്. ഉള്ളിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ, ശേഷി ഉണ്ടെങ്കിൽ, കാലിബർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യം നിങ്ങളെ പോറ്റും, ഏറ്റെടുക്കും, വളർത്തും എന്നുള്ളതിനർത്ഥം. ഇതിന് വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഓർക്കേണ്ടത് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ആത്മനിർഭർ ഭാരത്. അതെ, ആത്മനിർഭർ ഭാരത്. അതിൻ്റെയൊക്കെ ഒരു വളർച്ച വളരെ പ്രകടമാണ്. ഒരു കൂടെ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത് സാധിക്കുന്നു, അതിനൊരു കാരണം കൂടിയുണ്ട്. ഇത് ഇപ്പൊ ഈ വന്നിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഹൈദരാബാദിൽ നിന്നാണ്. ഞാൻ കണ്ടെടുത്തോളം ഗുജറാത്തിലും ഒഡീഷയിലൊക്കെ ധാരാളം സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. ഈ നാടുകൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ നാടുകൾ ഒരു കാലത്ത് കുപ്രസിദ്ധി ആർജിച്ചിരുന്നത് അനാവശ്യമായ അകാരണമായ കലാപങ്ങളുടെ പേരിലായിരുന്നു. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിന്റെ കാര്യം, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ 2014 ശേഷം വന്നൊരു ഇന്ത്യയിൽ ഏറ്റവും പ്രകടമായ മാറ്റം എന്തുകൊണ്ട് ഈ വികസനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനം ഉണ്ട് എന്നതിൻ്റെ അർത്ഥം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സർ, ചെറിയ കാര്യമല്ല. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് നഗരങ്ങൾ നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നത് വർഗീയ കലാപങ്ങളുടെ നാട് എന്നാണ്. ജാംഷഡ്പൂർ എന്ന് കേട്ടാൽ എന്താ, ഏത് നാടിന്റെ പേര്, അലിഗഡ് എന്ന് കേട്ടാൽ എന്താ, ഏത് നാടിന്റെ പേര് പറഞ്ഞാലും വർഗീയ കലാപത്തിന്റെ ഭൂമി. അതിന് പകരം ഇപ്പോൾ ഓരോ നാടും, നേരത്തെ സാറ് പറഞ്ഞ പോലെ ഓരോ ഗ്രാമവും, ഇന്ത്യയിലെ ഓരോ ഗ്രാമവും ഒരു കൊച്ചു സ്റ്റാർട്ടപ്പിന്റെ പേരിൽ അറിയപ്പെടുന്നു. അതിൽ ആൺകുട്ടികളോട് മത്സരിച്ച് പെൺകുട്ടികൾ മുന്നേറും. അതെ. അതുകൊണ്ട് നാളെ നമ്മൾ ഈ ഭാരതം അവർ പക്ഷേ നമ്മുടെ മാനം കാക്കുന്നതും നമ്മുടെ കുറെ കൂടി പ്രശോഭിതമായ ഒരു ഇന്ത്യ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതും നമ്മുടെ ആൺകുട്ടികളെക്കാൾ പെൺപിള്ളേരാവും. അത് വലിയ മാറ്റമാണ്. അവർക്ക് കിട്ടുന്നു കോൺഫിഡൻസ്. അത് ചെറിയ കാര്യമല്ലല്ലോ അത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഇവിടെ ഇരുന്ന് കേരളത്തിലിരുന്നാണ് പറയുന്നത്. പക്ഷെ കേരളത്തിൽ നിന്ന് ഇത്രയും വലിയ സ്റ്റാർട്ടപ്പുകളുടെ വാർത്തയൊന്നും വരുന്നില്ല. കേരളത്തിന് ഒരുപാട് പരിമിതികളുണ്ട് സാർ. കേരളത്തിന്റെ ഒന്നാമത്തെ പ്രശ്നം, നമുക്ക് ഇപ്പോഴും ഈ സ്വകാര്യ കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് കേട്ടോ, ഇല്ലെന്നും പറയുന്നില്ല, കേരളത്തിലുണ്ട്. ഉണ്ട്, അപൂർവമായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നിർമ്മലാ സീതാരാമൻ പേര് പറഞ്ഞ് അഭിനന്ദിച്ചത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോട്ടെ ഒരു കുട്ടികളുടെ ഒരു സ്റ്റാർട്ടപ്പ്. അപ്പോ അങ്ങനെ സാഹസികമായ അത്തരം സംഗതികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക, അതിന് ഊർജം കൊടുക്കുക, അതിന് പകരം നമ്മുടെ കുട്ടികൾ ഇപ്പോഴും ആലോചിക്കുന്നത് എവിടെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ കുട്ടികളുടെ മിനിമം ആംബിഷൻ എന്താ? ഒരു സേഫായ സർക്കാർ ജോലി, അല്ലെങ്കിൽ വിടേണ്ട കാലമായില്ലേ, അല്ലെങ്കിൽ നാട് വിട്ടു പോവുക. ഇപ്പോൾ ഇത്തരം സംരംഭങ്ങൾ വരുമ്പോൾ ഇനി അല്ലെങ്കിൽ ഇത്തരം മെക്കാനിക്കൽ എഞ്ചിനീയർമാരൊക്കെ ആയിട്ടുള്ള ഈ സ്റ്റുഡൻസ്, ജയന്ത് കാത്രിയും സൗര്യ ചൗധരിയും ഇവിടെ അവസരം ഇല്ലെങ്കിൽ അവൻ വിദേശത്ത് പോയനെ. തീർച്ചയായിട്ടും വിദേശത്ത് പോയനെ. ഇവിടെ മാത്രമല്ല, അത് നല്ല സമയത്ത് അവരെ ക്യാച്ച് ചെയ്തുകൊണ്ടാണ്. അവരുടെ ബിഗിനിങ്ങിൽ, അവരുടെ ആംബിഷൻസിന് മുള പൊട്ടുന്ന കാലത്ത്, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെക്കുന്ന കാലത്ത് നമ്മൾ ആ ചിറകിനെ താങ്ങോട്ട്, അത് ആ സമയത്ത് വളരെ. അല്ല, ഞാൻ ആലോചിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരുള്ള. ശരിക്കും ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി വലിയ അവസരവും വലിയ ഫണ്ടും കേന്ദ്ര സർക്കാർ മാറ്റിവെക്കുമ്പോൾ നമ്മൾ ചാടി വീണ് എടുക്കേണ്ടതല്ലേ? എടുക്കേണ്ടതാണ്. എനിക്ക് കേരളത്തിൽ കേരളം വളരെ സ്ലോ ആണ് സാർ. നമ്മൾ ഈ കാണുന്ന പോലെ കേരളം വിചാരിക്കുന്നത് ലോകത്തെക്കാൾ മുമ്പേ സഞ്ചരിക്കും എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഇപ്പോഴും പ്രൊഡക്ടിവിറ്റിയുടെ, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ബുദ്ധിയുള്ള മനുഷ്യരൊക്കെ ഉണ്ട്, സംഗതി വളരെ ശരിയാണ്. നല്ല കാലാവസ്ഥയുണ്ട്, നല്ല ഭൂപ്രകൃതിയുണ്ട്, ഒക്കെ ശരിയാണ്. നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസത്തിൽ നമ്മൾ മുന്നിലാണ്, ആരോഗ്യത്തിൽ നമ്മൾ മുന്നിലാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇല്ലാത്തത് എന്താണെന്നറിയോ? നമ്മുടെ ഈ വിഭവശേഷി ഉണ്ടല്ലോ, ഈ ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നില്ല. എന്തിനാ സർക്കാർ ജോലിക്ക് പോകുന്നത്? ഞാൻ സർക്കാർ ജോലിയെ കുറിച്ച് ആലോചിക്കുന്നത് പണിയെടുക്കാതെ സുരക്ഷിതമായി, അതാണ് കാര്യം. ഈ കപടമായ സുരക്ഷിതത്വം ഉണ്ടല്ലോ, ഞാൻ സുരക്ഷിതനാണ്. എന്താ? സർക്കാർ ജോലിയിൽ എത്തുന്നത് വരെയുള്ള അധ്വാനമുള്ളൂ, എത്തിക്കഴിഞ്ഞാൽ പണിയെടുക്കണം. പിന്നെ ഞാൻ സേഫായി. ആ സേഫ്റ്റി ചിന്തയാണ് നിങ്ങൾ മലയാളി രക്ഷപ്പെടാത്തതിൻ്റെ കാരണങ്ങൾ. സത്യസന്ധമായി ഇപ്പോൾ നേരത്തെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. സർക്കാർ ജോലി എന്ന് പറയുന്ന ഏർപ്പാട്, സർക്കാർ ജോലി കിട്ടിയില്ലയോ നിലവിളിക്കുക, സർക്കാർ ജോലി എത്ര ശതമാനത്തിന് കിട്ടി, അത് നോക്കിയിട്ടാണ് നമ്മൾ ഒരു സമുദായം വികസിച്ചോ ഇല്ലേ, പുരോഗതി നേടിയോ ഇല്ലയോ എന്നൊക്കെ കണക്കാക്കുന്നത്. സർക്കാർ ജോലി കിട്ടിയോ ഇല്ലേ, അതാവരുതല്ലോ. നിങ്ങൾക്ക് വികസിക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങളുടെ നാടുണ്ടാക്കി തരുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണുള്ളത്?
അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഈ സർക്കാർ ഉദ്യോഗം കേരളത്തിലെ ഒന്നും വേണ്ട, കേരളത്തിലെ വരുമാനം എന്തിനാ ചിലവാക്കണം? ഏറ്റവും കൂടുതൽ ശമ്പളവും പെൻഷനും കൊടുത്താൽ കഴിഞ്ഞില്ലേ? നമ്മളെ കയ്യിൽ പിന്നെ വട്ടപ്പൂജ്യല്ലേ നമ്മള്. അതിന് പകരം സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന, അതിനുവേണ്ടി കൈനീട്ടുന്ന, അതിനുവേണ്ടി സമരം ചെയ്യുന്ന, സർക്കാർ ജോലി ഇല്ലെങ്കിൽ ചത്തുപോയേ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു കേരളം പോവുക തന്നെ വേണം. പകരം കോർപ്പറേറ്റ് ലോകം അല്ലെങ്കിൽ ഈ ക്രിയേറ്റിവിറ്റിയുടെ ലോകം ഉണ്ടല്ലോ, അതങ്ങനെ പരന്നു കിടക്കുകയാണ്. ഓരോ മനുഷ്യനും ഒരു തൊഴിൽ ദാതാവാകാൻ, ഓരോ മനുഷ്യനും തൊഴിൽ നിർമ്മിക്കുന്ന ഫാക്ടറികളുടെ ഉടമയാകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാം സാധിച്ചോണമെന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ഗ്രാമത്തിൽ ഒരാളെങ്കിലും കോമ്പീറ്റൻ്റ് ആയിട്ടുണ്ടാവും. അയാൾക്ക് അവസരം ഒരുക്കി കൊടുക്കണം നമ്മൾ ചെയ്യും. ഇന്ത്യയിൽ 2 ലക്ഷം ഗ്രാമങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 2 ലക്ഷം ഗ്രാമത്തിൽ ഒരാൾ വന്നാൽ വലിയ കാര്യമാണ്. അതുകൊണ്ട് കൺസെപ്റ്റ് മാറേണ്ടതുണ്ട്. അതിപ്പോൾ ഗാന്ധി പറഞ്ഞ പോലെ നിങ്ങൾ വില്ലേജുകളുടെ വികസനം, ഗ്രാമങ്ങളുടെ വികസനമാണ് രാജ്യത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞില്ലേ. വൻകിട വികസനങ്ങളുടെയൊക്കെ ടാർഗറ്റ് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പോകണം. അവിടെയൊക്കെ വൻകിട വലിയ ഫാക്ടറികൾ ഉണ്ടാവുക എന്നല്ല, ഓരോ ഗ്രാമവും നമ്മുടെ നിർമ്മാണ കേന്ദ്രങ്ങളാക്കുക, ഉൽപ്പാദന കേന്ദ്രങ്ങളാവുക, പ്രൊഡക്റ്റീവ് ആകുക. അതാണ് മോദി മുന്നോട്ട് വെക്കുന്ന കൺസെപ്റ്റ്. കറക്റ്റാണ്. തീർച്ചയായിട്ടും മോദി അതിലുണ്ടാക്കിയ വിപ്ലവകരമായ നിലപാടുകൾ അത് ആരും തള്ളിക്കളഞ്ഞിട്ടില്ല, ആർക്കും നിഷേധിക്കാനും കഴിഞ്ഞിട്ടില്ല. പിന്നെ പ്രതിപക്ഷം അതിൻ്റെ പണി ഇങ്ങനെ ആചാരവെടി പോലെ ചെയ്തു മുഴക്കിക്കൊണ്ടിരിക്കും. അത് അതിൻ്റെ ഒരു ജോലി. നായ്ക്കൾ കുറച്ചാൽ ഗേറ്റ് തുറക്കാറില്ല. അത് കാര്യമാക്കേണ്ടതില്ല. പക്ഷേ വസ്തുതകൾ ആർക്കും നിഷേധിക്കാനാവില്ല സർ. അത് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഹൈദരാബാദിലെ കുട്ടികൾക്ക് ആശംസകൾ നേരുക മാത്രമല്ല, അവരെ മാതൃകയാക്കി ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിൽ നിന്നും ഇത്തരം കുട്ടികൾ ഉണ്ടായി വരട്ടെ. അത് നമുക്ക് ആശംസിക്കാം. മോദിയുണ്ട്, രാജ്യമുണ്ട്, അവർക്ക് പിന്തുണ കൊടുക്കാൻ. അത് ഒരു ചെറിയ കാര്യമല്ല, വലിയ സ്വപ്നതുല്യമായൊരു ലക്ഷ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.